തിരഞ്ഞെടുപ്പിന് ശേഷം തെളിവുകൾ തന്റെ പക്കൽ സുരക്ഷിതമായിരിക്കില്ലെന്ന് ഉറപ്പുള്ളതിനാലാണ് സോളാർ കമ്മീഷന് ഇവ കൈമാറിയതെന്നാണ് സരിത പറയുന്നത്. സോളാർ തട്ടിപ്പിൽ പങ്കില്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും കമ്മീഷന് കൈമാറും. തന്നെ ശാരീരികമായി ബുദ്ധിമുട്ടിച്ചവർക്കെതിരെയുള്ള തെളിവുകളും കൈവശമുണ്ടെന്നും സരിത പറഞ്ഞു. നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരുടെ പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ. സെക്കൻഡ് ഫേസ് വന്നിട്ട് ഞാൻ അമർത്തി വെച്ച കാര്യങ്ങളാണ്. ഞാൻ പറയില്ല എന്ന് കമ്മീഷനോട് പോലും പൊട്ടിക്കരഞ്ഞ വിഷയങ്ങളാണ് ഒരുപക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിച്ചു വന്നത്. അപ്പോൾ അതിന്റെ സെക്കൻഡ് ഫേസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. കൂടാതെ തന്നോട് മോശമായി സംസാരിച്ച മന്ത്രിമാരുടെയും ഫോൺ സംഭാഷണങ്ങളും കമ്മീഷന് നൽകിയിട്ടുണ്ട്. പത്മകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്റെ ഫോൺ സംഭാഷണങ്ങൾ ഉപയോഗിച്ച് വിലപേശൽ നടത്തിയെന്നും സരിത പറയുന്നു. ഇത് കളക്ട് ചെയ്ത പല ഓഫീസേഴ്സും ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് വെച്ച് വിലപേശി പലരും ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നതിലൊരു 20% എവിഡൻസസ് വന്നിട്ട് പല ആൾക്കാരുടെയും ഇപ്പോഴും ഉണ്ട്. അതേസമയം തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് PC ജോർജ് മുന്നറിയിപ്പ് നൽകിയെന്നും ഇതിനാൽ 70% തെളിവുകൾ മാറ്റാൻ സാധിച്ചുവെന്നും സരിത പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ PC വിശ്വനാഥ് എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് മിണ്ടാതിരിക്കുകയാണെന്നും സരിത ആരോപിച്ചു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായാൽ സോളാറുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും നശിപ്പിക്കുമെന്നാണ് സരിത പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കമ്മീഷന് മുമ്പിൽ തെളിവുകൾ നൽകാൻ സരിത തയ്യാറായതും. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1 കൊച്ചി.